നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2025 സെപ്റ്റംബർ 1 തിങ്കളാഴ്ച നിങ്ങൾക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. മേടം രാശി, അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. കുടുംബാംഗങ്ങളുമായും അയൽക്കാരുമായും അനാവശ്യമായ വാഗ്വാദങ്ങളിൽ ഏർപ്പെടാൻ സാധ്യതയുണ്ട്. അതിനാൽ സംസാരത്തിൽ വളരെയധികം ശ്രദ്ധ വേണം. ശത്രുക്കളിൽ നിന്ന് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനിടയുണ്ട്. ഉദര സംബന്ധമായ അസ്വസ്ഥതകളും മാനസിക പിരിമുറുക്കങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇടവം രാശി, കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. വളരെ കാലമായി മനസ്സിലുള്ള പ്രണയം വിവാഹത്തിൽ കലാശിക്കാൻ സാധ്യതയുണ്ട്. ഇത് ജീവിതത്തിൽ പുതിയ സന്തോഷങ്ങൾ കൊണ്ടുവരും. വാഹനഭാഗ്യം, സാമ്പത്തിക നേട്ടങ്ങൾ, സമൂഹത്തിൽ അംഗീകാരം, തൊഴിൽ രംഗത്ത് വിജയം, നല്ല ഉറക്കം എന്നിവ അനുഭവത്തിൽ വരും. മിഥുനം രാശി, മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാകാനും അവരുമായി ചേർന്ന ഉല്ലാസയാത്രകൾക്ക് അവസരം ലഭിക്കാനും സാധ്യതയുണ്ട്. ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുകയും രോഗങ്ങൾ ശമിക്കുകയും ചെയ്യും. ശത്രുക്കളുടെ ശല്യം കുറയുമെന്നതും ഒരു നല്ല സൂചനയാണ്. അതോടൊപ്പം സാമ്പത്തികമായി നേട്ടങ്ങൾ ഉണ്ടാകും. കർക്കിടകം രാശി, പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. വിദൂര യാത്രകൾക്കും അന്യദേശത്ത് താമസിക്കുന്നതിനും ജോലി ചെയ്യുന്നതിനും സാധ്യതയുണ്ട്. എന്നാൽ ഈ മാറ്റങ്ങളിലൂടെ കാര്യമായ ഉയർച്ചകൾ ഉണ്ടാകാൻ സാധ്യതയില്ല. നിരന്തരമായ യാത്രകൾ മൂലം ശാരീരികമായ അസ്വസ്ഥതകളും യാത്രാ ദുരിതങ്ങളും ഉണ്ടാകും. ചിങ്ങ രാശി, മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. കുടുംബ ബന്ധങ്ങളിൽ ചെറിയ അകൽച്ചയുണ്ടാകാൻ സാധ്യതയുണ്ട്. ആരോഗ്യക്കുറവ് കാരണം മാനസികമായും ശാരീരികമായും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാം. തൊഴിൽ മേഖലയിൽ പരാജയങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം. കന്നി രാശി, ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്ര ആദ്യ പകുതി ഭാഗം. സഹോദര സ്ഥാനത്തുള്ളവരിൽ നിന്ന് സഹായങ്ങൾ പ്രതീക്ഷിക്കാം. ആഭരണങ്ങൾ, വസ്ത്രങ്ങൾ, അലങ്കാര വസ്തുക്കൾ എന്നിവ സ്വന്തമാക്കാം. തൊഴിൽ രംഗത്ത് വിജയമുണ്ടാകും. നല്ല ഭക്ഷണം കഴിക്കാനും മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങളിൽ ഏർപ്പെടാനും സാധിക്കും. തുലാം രാശി, ചിത്ര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. രോഗങ്ങൾ ഉണ്ടാകാനും സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ നേരിടാനും സാധ്യത. തൊഴിൽ രംഗത്ത് പരാജയങ്ങളും കാര്യങ്ങളിൽ തടസ്സങ്ങളും ഉണ്ടാകാം. കാർഷികപരമായ കാര്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ളവർക്ക് സാമ്പത്തിക നഷ്ടമുണ്ടാകാനിടയുണ്ട്. അമിത ആത്മവിശ്വാസം ഒഴിവാക്കി എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക. വൃശ്ചികം രാശി, വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. വളരെ കാലമായി അലട്ടിയിരുന്ന രോഗാവസ്ഥയിൽ നിന്നും മോചനം നേടും. ഇത് ആരോഗ്യപരമായ വലിയ പുരോഗതിക്ക് കാരണമാകും. മനസ്സിന് സന്തോഷം, നല്ല ഉറക്കം, സാമ്പത്തിക നേട്ടങ്ങൾ, പുതിയ സൗഹൃദങ്ങൾ, അലങ്കാര വസ്തുക്കളുടെ ലഭ്യത എന്നിവ പ്രതീക്ഷിക്കാം. ധനുരാശി, മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. പുതിയ ബിസിനസ്സുകളിലോ സാമ്പത്തിക ഇടപാടുകളിലോ ഏർപ്പെടുമ്പോൾ രേഖകൾ കൃത്യമായി പരിശോധിക്കണം. അല്ലാത്തപക്ഷം സാമ്പത്തിക നഷ്ടത്തിന് സാധ്യതയുണ്ട്. അമിതമായ അലച്ചിലും മാനസിക ദുഃഖവും ഉണ്ടാകാൻ ഇടയുണ്ട്. കാര്യങ്ങൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്താൽ അനാവശ്യ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാം. മകരം രാശി, ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. ബിസിനസ് വിപുലീകരിക്കാൻ അനുയോജ്യമായ പങ്കാളികളെ ലഭിക്കും. ഇത് തൊഴിൽ രംഗത്ത് വലിയ വിജയത്തിന് കാരണമാകും. ദാമ്പത്യ ജീവിതത്തിൽ ഐക്യം നിലനിൽക്കും. സാമ്പത്തികമായ നേട്ടങ്ങളും സമൂഹത്തിൽ നല്ല പേരുമുണ്ടാകും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും. കുംഭം രാശി, അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരോരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. വളരെ കാലമായി ആഗ്രഹിച്ചിരുന്ന ജോലി സ്വന്തമാക്കാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനിടയുണ്ട്. ഭാര്യാഭർത്തക്കന്മാർ തമ്മിൽ ഉണ്ടായിരുന്ന ചെറിയ പിണക്കങ്ങൾ മാറാനും കൂടുതൽ അടുക്കാനും സാധ്യതയുണ്ട്. ഇത് കുടുംബത്തിൽ സന്തോഷം കൊണ്ടുവരും. മീനം രാശി, പൂരോരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. ഉദര ആമാശയ സംബന്ധമായ അസുഖങ്ങളുള്ളവർ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കണം. ചെറിയ അശ്രദ്ധ പോലും രോഗം മൂർച്ഛിക്കാൻ കാരണമായേക്കാം. ശത്രുക്കളുടെ ഭാഗത്തുനിന്ന് ബുദ്ധിമുട്ടുകൾ നേരിടാൻ സാധ്യതയുണ്ട്. നിയമപരമായ കാര്യങ്ങളിൽ പരാജയം ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212